ഇത് കൂടുതലായി ഈ ബജറ്റ് ആരെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചൊരു ഡെഫിനിഷൻ ആദ്യം ധനമന്ത്രി നൽകുന്നുണ്ട്. യുവാക്കൾ, പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഈ 4 വിഭാഗങ്ങളെ അതാണ് പ്രധാനമായിട്ടും ഞാൻ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം 4 പ്രയോറിറ്റി ഏരിയകൾ പറയുന്നു. കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അതുപോലെ നിക്ഷേപം, കയറ്റുമതി, ഈ 4 ഏരിയയാണ് ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ ഏരിയകളിലൊക്കെ ഈ പറയുന്ന വിധത്തിലുള്ള ഊന്നൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ രാമൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കാർഷിക മേഖലയിൽ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുമായിട്ട് യോജിച്ചു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ പരിശോധിക്കേണ്ട കാര്യമായിരിക്കും. ചില സ്കീമുകളൊക്കെ നേരത്തെ മുതൽ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്കീമുകൾ തുടരാൻ പറയുമ്പോൾ അത് പുതിയതാണോ എന്നുള്ള ചോദ്യം അവിടെ വരും. MSME സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ലോൺ അനുവദിക്കും എന്ന് പറയുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കുള്ളതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് സ്കീം അവിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ MSMEക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം മെച്ചപ്പെട്ടു വരുന്നൊരവസ്ഥയിലാണോ ഇന്ത്യയിലെ MSME സെക്ടർ എന്ന ചോദ്യം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇത് മാത്രം മതിയോ എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ബജറ്റിലെ ഈ പറയുന്ന, അതായത് ട്രസ്റ്റ് ഏരിയ ആയിട്ട് അവർ പറയുന്ന ഭാഗങ്ങളിലെ പരാമർശങ്ങളെ കാണുന്നത്? അതെ, ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഏരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടർ, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ എക്സ്പോർട്ട്, പിന്നെ തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ സെക്ടർ എടുത്താൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നൊരു മേഖലയാണ് അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന ഇതാണ്. ആ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഇത് ശ്രമിച്ചിട്ടേ ഇല്ല. മാത്രമല്ല, കാർഷിക മേഖലയിൽ ഉള്ള വളം, അതുപോലെ തന്നെ പിന്നെ പവർ, പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി പോലെയുള്ള കാര്യങ്ങളിലൊന്നും വർധനവോ അല്ലെങ്കിൽ അതിലൊരു വെട്ടിക്കുറവാണ്. കൂടുതൽ അതിൻ്റെ ഡാറ്റയിലേക്ക് നമ്മൾ കൂടുതൽ നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ എന്നാലും പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ രീതിയിലൊരു വർധനവ് ആ കാര്യത്തിൽ വരുത്താൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. നമുക്കറിയാം, ഈ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഇന്ത്യ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അത് ഉപഭോഗം കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു മാക്രോ ഇക്കണോമിക് സിറ്റുവേഷനാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ ഉപഭോഗത്തിൽ വരുന്ന കുറവ് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. ആ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് കൂടുതൽ പണം അനുവദിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഈ പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എടുത്താൽ അതിന് കൊടുത്തിരിക്കുന്ന ഔട്ട്ലേ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 1. 2, നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എടുത്ത ജോലികൾക്ക് തന്നെ കൂലി കൊടുത്തു തീർക്കാൻ ഏതാണ്ട് 3500 കോടി രൂപയോളം കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഇപ്പം നിലനിൽക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ പുറത്ത്. അതേപോലെ തന്നെ 10,000 കോടി രൂപയുടെ എക്യുപ്മെന്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വാങ്ങിയത് കൊടുത്തു തീർക്കാനുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അത്തരം പദ്ധതികളെ ഏതെങ്കിലും വിധത്തിൽ ഗ്രാമീണ മേഖലയിലെ ഉപഭോഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തമായ രീതിയിലുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര പണം അനുവദിക്കാത്ത, ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ് ചെയ്തുകൊണ്ട് ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കാര്യം സാർ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെയുള്ള എല്ലാ പദ്ധതികളും
ഗ്രാമീണ മേഖലയിലെ വരുമാന ശോഷണം തടയാൻ ഏതെങ്കിലും വിധത്തിൽ ഗുണകരമാകുന്ന പദ്ധതികളെ പലതും തളർത്തുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ തേഴ്സ്റ്റ് ഏരിയാസ് പറയുമ്പോഴും അതിന് വേണ്ട രീതിയിലുള്ള ഇപ്പം ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൽ അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കലാണ്. മിഡിൽ ക്ലാസിന്റെ ഉപഭോഗം വർദ്ധിക്കുന്നത് വഴി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം റിച്ചർ സെക്ഷൻസ് എപ്പോഴും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേവിങ്ങിനാണ്. കൺസംഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേവിങ്ങിനാണ്. അപ്പോൾ ഞാൻ അത് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഈ ഉപഭോഗത്തിന്റെ, അതായത് വാങ്ങൽ ശേഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആദായ നികുതി പരിധി 12 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആദായ നികുതി പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കുകയോ ആദായ നികുതി കൊടുക്കുകയോ ചെയ്യുന്ന 2 കോടിയിലധികം ആളുകളോ, അല്ലെങ്കിൽ ഈ നെറ്റിൽ വരും എന്ന് വിശാലാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 7 കോടി ആളുകളോ, ഇവരുടെ സ്പെൻഡിങ് വലിയ തോതിൽ കൂടുമെന്നും അതുവഴി മാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തുമെന്നും അത് ഇൻ ടേൺ നികുതിയായിട്ട് സ്റ്റേറ്റുകൾക്കും സെൻട്രലിനും ഒക്കെ കിട്ടുമെന്നും ഒക്കെയുള്ളൊരു വിശാലാടിസ്ഥാനത്തിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ ഒരു ഉപഭോഗം വർദ്ധിപ്പിക്കൽ ഈ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന MSMEയിലെ ഉൽപ്പാദനം കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂടാൻ അതിനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു ലോജിക്കലായിട്ട് ശരിയാവുന്ന സാമ്പത്തിക ശാസ്ത്ര നോളജ് പ്രകാരം അത് ശരിയാവുന്ന ഒരു കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഫ്ലെയ്ഡ് ലോജിക് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു മിഡിൽ ക്ലാസിന്റെ ഉപഭോഗത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ കിട്ടുന്ന വരുമാനത്തിന്റെ കൂടിയ പങ്കും അവർ സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം സാധാരണക്കാരായ തൊഴിലാളികളാണ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കൂടുതൽ പങ്കും ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം സാധാരണക്കാരായ തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് വഴി മാത്രമേ ഗ്രാമീണ മേഖലയിലെ ഈ പറയുന്ന വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനും അതുവഴി അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആയിട്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഈ മിഡിൽ ക്ലാസിന്റെ കൺസംഷൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. അതിൽ വലിയ വർധനവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഔദ്യോഗിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്, മിഡിൽ ക്ലാസിന്റെ ഉപഭോഗം വർദ്ധിപ്പിച്ചതുകൊണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാം എന്ന് പറയുന്ന ലോജിക്ക് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, MSME മേഖലയിൽ ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗ്രോത്ത് റേറ്റ് ഒട്ടും തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആകട്ടെ, വാഹന വിപണിയാകട്ടെ, ഈ വിപണികളിലെയൊക്കെ ഒരു മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ ഒട്ടും തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MSME സെക്ടർ എടുത്താൽ തന്നെ കേവലം ക്രെഡിറ്റ് വർദ്ധിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻപുട്ട് വർധനവ് കൊണ്ടോ മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുക, ഇതുകൊണ്ട് മാത്രം രാജ്യത്തെ എക്സ്പോർട്ട് വർദ്ധിക്കുമോ? വിദേശ വിപണികളുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലെ വില നിലവാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം കേവലം എക്സ്പോർട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഉള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ആ കാറ്റഗറൈസേഷനൊക്കെ നല്ലതാണ്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സമ്പദ് വ്യവസ്ഥ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട്.